പക്ഷെ അവിടെ പോയപ്പോൾ കണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം പരിതാപകരമാണ്. കാരണം അവരവിടെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ചെറിയ എന്തെങ്കിലും ചന്ദനത്തിരിയോ മറ്റോ എന്തെങ്കിലും കത്തിച്ചിട്ട് വേണം അവർക്ക് അവിടെ ഭക്ഷണം ചെയ്യാൻ, കഴിക്കാനും പാകം ചെയ്യാനും ഒക്കെ. കാരണം 24 hours ബാഡ് സ്മെല്ലാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ആ കനാലിലും ഈ ഒരു STP എന്നുള്ള മാലിന്യങ്ങൾ വന്ന് ഭവിച്ചിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ജനങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു അവസ്ഥ എൻ്റെ വാർഡിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു പ്ലാനിനോടൊപ്പം നിൽക്കില്ല. കാരണം എൻ്റെ ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ കാര്യങ്ങളുമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ സമരങ്ങളും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി. അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും സമാജക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമരസമിതിയായിരുന്നു ഞങ്ങളത്. ഒരു എന്താ പറയുക, ഒരു 3 മാസത്തോളം നമ്മൾ കറക്റ്റ് വിഷ്വലും പ്രോഗ്രാമും ഒക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടാണ് ആ ഒരു സമരത്തോടൊപ്പം ഞങ്ങളോടൊപ്പം ജനങ്ങൾ നിന്നിട്ടുള്ളതും നല്ല രീതിയിൽ നമുക്ക് സമരം ചെയ്യാൻ പറ്റിയിട്ടുള്ളതും.